ഞാനൊരു പണിക്കാരൻ്റെ കാര്യം പറഞ്ഞില്ലേ, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരാളെ അറേഞ്ച് ചെയ്ത് തരണം. കാരണം ഇപ്പോൾ ഒത്തിരി വർക്കുള്ള ടൈമാണ്. ഇവിടെ നിൽക്കുന്ന ആളെ കൊണ്ട് ഒരു രക്ഷയില്ല, ഒരു പണിയും ചെയ്യത്തില്ല, എനിക്കൊരു പ്രയോജനമില്ല. പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളിയാണ് വളരെ നല്ലതായിരുന്നു കേട്ടോ. മലയാളികളൊന്നും വേണ്ട കേട്ടോ. എത്രയും പെട്ടെന്ന് ഒന്ന് ശരിയാക്കി തരണം. ഓക്കെ എന്നാ. നീയോ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. പിന്നെ ഞാൻ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ടാ? ഞാനൊരു പാവല്ലേ എന്ന് പറഞ്ഞ ഇവിടെ എന്തെങ്കിലും പണി നീ ചെയ്യണ്ടേ? പിന്നെ എല്ലാ പണിയും ഞാനല്ലേ ഇവിടെ ചെയ്യുന്നത്. ഏത് പണിയാ? നിന്നെ ഞാൻ റെസ്റ്റോറന്റിൽ പറഞ്ഞു വിട്ട്. റെസ്റ്റോറന്റിൽ എന്ത് തണുപ്പാ? നിന്നെ ഞാൻ കിച്ചണിൽ പറഞ്ഞു വിട്ട്. കിച്ചണിൽ ഭയങ്കര ചൂടല്ലേ? ഗോഡൌണിൽ പറഞ്ഞു വിട്ടോ. ഗോഡൌൺ മനുഷ്യരുടെ നാട്ടിലോടിഞ്ഞു പോകും. പിന്നെ നിനക്ക് ഒരു പണിയും ചെയ്യാൻ മേലെ പിന്നെ ഞാൻ എങ്ങനെ നിന്നെ കൊണ്ടു നടക്കും? ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത്. എനിക്ക് ഇനി അന്യ സംസ്ഥാന തൊഴിലാളി മാത്രം മതി. മാഡം, അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പടാ, അറിയാവോ? ഈ ബീഹാറിയൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ വന്ന് മാഡം ഇങ്ങനെ കാശ് എടുക്കുമ്പോൾ കുറേ കൂടെ വന്ന് വണ്ടി വെച്ച് തലക്കിട്ട് ഒറ്റ അടി തരും. എന്നിട്ട് കാശ് എടുത്തോണ്ട് പോകും. അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ ആയിരിക്കണമെന്നൊന്നും. ഓ, അങ്ങനെ ഉണ്ട്. നിന്നെ ആരെവിടെ കൊണ്ടുവന്നത്? എന്റെ കൂട്ടുകാരത്തിയുടെ ഭർത്താവിന്റെ അനിയനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അവരെന്നാ എടുക്കുന്നത്? അവനെ വേറൊരു ബേക്കറി ഇപ്പൊ പണി ചെയ്യുക. അപ്പൊ ഇവരുടെ ബേക്കറി എന്ത് ചെയ്ത്? ബേക്കറി പൊട്ടി. അത് ശരി. അപ്പൊ എനിക്കൊരു പണി തരാമെന്ന് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണോ നിന്നെ? ഹലോ. പണിക്കാരനെ കിട്ടിയോ? ശരി ശരി. എവിടുത്തെ? ബീഹാറിയോ? ഇപ്പം വിടണ്ട, ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാം. ഓക്കെ. മാഡം ബീഹാറിയാണ് പണിക്കാരൻ. ബീഹാറി ഒന്നും ഇങ്ങോട്ട് വേണ്ട. അപ്പൊ ഞാനേ ഡ്യൂട്ടിക്കാരുടെ പടം. നീ എന്തെങ്കിലും പോയി. താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു. എങ്ങനെ രക്ഷപ്പെടാനാ?